വേടൻ ഒരു നുണ പറയുന്നുണ്ട്. ഈ പച്ചക്കുതിര മാസികയിൽ രാജേഷ് കെ എരുമേലിയായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ കവർ സ്റ്റോറിയായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്താണ് വേടൻ ഒരു നുണ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നാനുള്ള കാരണം അമ്മയെക്കുറിച്ചുള്ള ഈ ഭാഗമാണ്. അമ്മ എന്നോട് അവിടുത്തെ പോരാട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നേക്കും നഷ്ടമായ മാതാപിതാക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ചും അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം സങ്കീർണമാണ്. രാജ്യം നഷ്ടപ്പെട്ടു വന്നവരാണ് എന്നതാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, ഇതുക്കാകുക കടൽ താണ്ടി വന്നേ എന്ന്. യുദ്ധസമയത്ത് മീൻ പിടിക്കുന്ന, അതായത് മീൻപടങ്ങ് എന്ന എന്ന് വിളിക്കുന്ന ബോട്ടിലാണ് അമ്മ ഇവിടേക്ക് വരുന്നത്. അന്നൊക്കെ അത്തരം കഥകൾ പറയുമ്പോൾ എനിക്ക് അതൊന്നും വലിയ കാര്യമായി തോന്നിയില്ല എന്നാണ് വേടൻ പറയുന്നത്. അമ്മ അത്തരം കഥകൾ പറഞ്ഞത് എനിക്ക് അന്നൊന്നും ഒരു കാര്യമായി തോന്നിയില്ല എന്ന് വേടൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന, ഇപ്പോൾ സിലബസിൽ വെക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയ വടംവലി നടത്തുന്ന ആ പാട്ട് തന്നെ ഈ അമ്മയുടെ പലായനത്തിൻ്റെ ഓർമ്മകളെ വളരെ ശക്തമായി അടയാളപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ സിറിയയിൽ നിന്നും യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്ന ആ ബോട്ട് മുങ്ങി, ഒരു തകർന്ന മീൻപിടുത്ത ബോട്ട് തകർന്ന് മരിച്ചു പോകുന്ന ഏലൻ കുർദി എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശവശരീരം കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്നത്, അത് ആ നിഷ്കളങ്കതയോടെ കടൽ തീരത്ത് കിടക്കുന്ന, ഷൂസ് പോലും ഊരിപ്പോകാതെ ആ ഒരു പിഞ്ചു കുഞ്ഞ് മരവിച്ച് കടൽ തീരത്ത് അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ചിത്രം ഒരുപക്ഷെ ലോകത്തെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഉറക്കം കെടുത്തിയിട്ടുള്ളതാണ്. ഈയൊരു മരിച്ച ശരീരത്തെ, ആ ഒരു കുഞ്ഞു ശരീരത്തെ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരാണ്. അയിലൻ നിൻ കുഞ്ഞിക്കാലുകൾ അലകടലിന് ആഴം അളന്നു എന്ന് പറയുന്നത്, കണ്ണീരിന് ആഴമളന്നു എന്ന് ആ പാട്ടില്ലേ, അയിലൻ നിൻ കുഞ്ഞിക്കാലുകൾ അലകടലിന് ആഴമളന്നു എന്ന് വേടൻ പാടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്മയുടെ ഓർമ്മ അതായത് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലെ തമിഴ്നാട്ടിലേക്ക് അമ്മ പലായനം ചെയ്തതിൻ്റെ അമ്മയുടെ ഓർമ്മകൾ, ഇപ്പോൾ നമ്മൾ മനഃശാസ്ത്രമൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം, അമ്മയുടെ ഓർമ്മകൾ കൂടിയാണ് കുട്ടികളിലൂടെ പ്രസവിക്കുന്നത്. അതായത് വേടനെ അമ്മ പ്രസവിക്കുന്നത് 10 മാസം ചുമന്ന ഒരു കുട്ടിയെ മാത്രമല്ല, അമ്മയുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ കൂടി ആ ഗർഭത്തിൽ പേറിയിരുന്നു. അങ്ങനെ ഒരു ജന്മം തീർച്ചയായിട്ടും വേടനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വേടന് ഇങ്ങനെ ഒരു ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ഇടത്തെ പലായനം ഒരു പതിവായി മാറി എന്ന് പറയുന്ന തരത്തിലുള്ള പലായനങ്ങളെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ ഭീകരതകളെക്കുറിച്ച്, രാഷ്ട്രങ്ങളിൽ അനാവശ്യമായുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഇത്ര ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത് ഈ ഒരു ഓർമ്മ ഈ വേടൻ്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കടലമ്മ കരഞ്ഞല്ലേ പെറ്റതെന്നുള്ള പാട്ടില്ലേ, അദ്ദേഹം എഴുതുന്നുണ്ട്, നാളെ കര കാണുമോ, കടൽ ചെന്തീര ഞാനാണോ നീയാണോ, വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ എന്നൊക്കെ പറയുന്നതിൽ നാളെ കര കാണുമോ അതോ ഇരയാകുമോ, കടലിൽ വെള്ളത്തിൽ വരച്ചൊരു
തീർച്ചയായും ഈ കടലനുഭവം, വേടന് സ്വന്തമായിട്ട് കടലനുഭവം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അമ്മയുടെ ഈ ഓർമ്മകളുടെ പേടി തന്നെയാണ് നാളെ ചെന്ന് ചേരുന്നത് ഞാനാണോ നീയാണോ എന്ന ആ പേടി. അല്ലെ, ഇത്രയും ഭീകരമാണ് കടൽ. നാളെ കര പോയി ചേരുന്നത് നീയാണോ അതോ ഞാനാണോ, നീയാണോ ഞാനാണോ, ആരാണോ? കടലിൻ്റെ ഭീകരത മൊത്തമായി കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് എന്ന് പറയുന്ന പാട്ടിൽ വേടൻ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പകർന്നു നൽകിയ ഓർമ്മകൾ അതത്ര ആഴത്തിൽ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കണം. തിരസ്കാരമുള്ളവർക്ക് മാത്രമേ ഏറ്റവും തീക്ഷ്ണമായ രചനകൾ നടത്താൻ കഴിയൂ. അമ്മയുടെയും കോളനി ജീവിതം ഉള്ള വേടൻ്റെ ബാല്യത്തിൻ്റെയും ഇതര വിദ്യാലയങ്ങളടക്കമുള്ള തിരസ്കാരമാണ് വേടനെ വലിയ പാട്ടെഴുത്തുകാരനും പാട്ടുകാരനും, മറിച്ച് ഈ രണ്ടിനും അപ്പുറം ഒരു രാഷ്ട്രീയ പാട്ടെഴുത്തുകാരനും പാട്ടുകാരനും ആക്ടിവിസ്റ്റുമാക്കി തീർത്തത് തീർച്ചയായും അമ്മ അന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നെ അത്രയ്ക്ക് സ്വാധീനിച്ചില്ല, ഞാൻ അത്രയ്ക്ക് ഗൗരവത്തിലെടുത്തില്ല എന്ന് പറയുന്നത് വേടൻ പറഞ്ഞ നുണയാണ്. ആ കാര്യം അമ്മ പറഞ്ഞ ആ ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രചനകളിലുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും.